അദ്ദേഹം കൽപ്പറ്റയിൽ ചെന്നത് എന്തിനാണ്? കേരളത്തിലെ ജനങ്ങൾ കാണിച്ച ഈ ഒരു തന്മനസ്സുണ്ടല്ലോ, അതിനെ അനുമോദിക്കാനും അതിനെ പ്രചോദിപ്പിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും. അതൊരു കലാകാരന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മനോഹരമായ ഉദാഹരണങ്ങളൊന്നും അദ്ദേഹത്തിന് വേറെ പണിയും തിരക്കില്ലാഞ്ഞിട്ടല്ലോ. ആ കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ ഇങ്ങനെ എന്റെ കൂടെ നിന്നാൽ നിങ്ങൾ വരുത്തതാണ് എന്നെ, ഇതൊരു രാഷ്ട്രീയ പ്രകടനമാണെന്ന് തോന്നിപ്പോവും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അതിലെന്താ അവമാനമുള്ളത്? ഇത്രയും പ്രായമുള്ള, ഇത്രയും സംഭാവനയുള്ള, ഇത്രയും വലിയൊരു കലാകാരൻ അത് പറയുമ്പോൾ റഫീഖിന് അതിലൊരു അവമാനം തോന്നേണ്ട ഒരു കാര്യമില്ല. അത് മമ്മൂട്ടിയെ കൊണ്ട് പറയിക്കരുതായിരുന്നു ജില്ലാ സെക്രട്ടറി എന്നാണ് എന്റെ അഭിപ്രായം. മമ്മൂട്ടിയെ പോലെ ഒരാൾക്ക് ഈ തരത്തിൽ ജനങ്ങളുടെ കൂടെ, അതായത് കഷ്ടപ്പെടുന്ന ആളുകൾ, ഉരുൾപൊട്ടൽ മൂലം ഭൂമിയും പറമ്പും വീടും നഷ്ടപ്പെട്ട ആളുകൾ, അനാഥരായ ആളുകളെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ആളുണ്ട്. അദ്ദേഹം ചെന്നത് അവിടുത്തെ സങ്കടപ്പെടുന്ന ആളുകൾക്ക് എത്ര വലിയ ഊർജ്ജമാവും ആലോചിക്കുക. ഇവിടെ ഇപ്പൊ ആര് ചെന്നാലും, ഇപ്പൊ യേശുദാസോ മോഹൻലാലോ ഒക്കെ ചെന്നാലേ ആ തരത്തിലുള്ള ഒരു ഊർജ്ജം അവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ സമയം മെനക്കെടുത്തി അദ്ദേഹത്തിന്റെ മറ്റു പണികൾ മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ അവിടെ ചെന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രകടനമാണ് എന്ന് തോന്നിപ്പോവും എന്ന് അദ്ദേഹം പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? അത് പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം അത് പറയുമ്പോഴേക്ക്, അതായത് ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറിക്ക് നീരസമുണ്ടാവുന്ന മട്ടിൽ ഒരു വാക്ക് പറയാൻ എത്ര വലിയ കലാകാരനാണെങ്കിലും പാടില്ല എന്ന തരത്തിൽ പാർട്ടി ഭ്രാന്ത് കൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് പാർട്ടി അണികളുടെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നേതാക്കന്മാർ അറിയാതെയാണെങ്കിൽ വളരെ കഷ്ടമാണ്, അറിഞ്ഞിട്ടാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് വ്യക്തിപരമായി ചെയ്യാവുന്നത്, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആദരണീയനായ കലാകാരൻ മമ്മൂട്ടിയോട് എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ പോക്ക് വളരെ നല്ലൊരു സൂചനയാണ്. കലാകാരന്മാരും ബഹുജനങ്ങളും തമ്മിൽ, കഷ്ടപ്പെടുന്ന ആളുകളും കലാകാരന്മാരും തമ്മിലൊക്കെ ഉണ്ടാവേണ്ട ബന്ധം, അതിൻ്റെ ആ വൈകാരികമായ സ്പർശം അദ്ദേഹം കൊടുത്തു. അത് നാടകമല്ലല്ലോ. പിന്നെ എനിക്കറിയുന്ന ഒരു കാര്യം, ഇവിടെ പല രംഗത്തും പ്രവർത്തിക്കുന്നപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് സമയവും പൈസയും അധ്വാനവും ചെലവാക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും എന്നോട് പറയാറുണ്ട്. അവർ പറയുന്നത് മമ്മൂട്ടിക്ക് ഒരു നിബന്ധനയുള്ളൂ, അത് ഇരുചെവി അറിയരുത്. അതുകൊണ്ടാണ് ഞങ്ങളിത് പുറത്ത് പറയാത്തത്. ഈ അളവിലുള്ള വലിയൊരു മനുഷ്യനെ, അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രേം നസീറിന്റെ ഉദാരതയെ ഞാനടക്കം എല്ലാവരും വാഴ്ത്താറുണ്ട്. ഞങ്ങളൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ചെയ്തിരുന്നു, കാരണം ഞങ്ങളൊക്കെ അത് അറിഞ്ഞിരുന്നു. ഇപ്പൊ എല്ലാവരും വാഴ്ത്തി പറയും. മമ്മൂട്ടിയുടെ ഇത്തരം ഒരു ഉദാരതയും നമ്മൾ വാഴ്ത്താറില്ല. മമ്മൂട്ടിക്ക് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ടാണ്, പലതും പുറത്തറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഉള്ള വലിയൊരു മനുഷ്യനെ ഒരു വാക്കിന്റെ പുറത്ത് ആ ജില്ലാ സെക്രട്ടറിക്ക് നീരസം തോന്നി എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയുടെ അടിമകളും ആ അടിമകളെ പ്രീതിപ്പെടുത്താനുള്ള സാംസ്കാരിക പ്രവർത്തകരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, മമ്മൂട്ടി ആരാന്ന് ഓർക്കാതെ, മമ്മൂട്ടിയോട് ഓരോ കേരളീയനുള്ള കടപ്പാട് എന്താണെന്ന് ഓർക്കാതെ, ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും, എല്ലാ പൊതുപ്രവർത്തകർക്കും, എല്ലാ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാതൃകയായ വലിയൊരു മനുഷ്യനാണ് മമ്മൂട്ടി. ഞാൻ എല്ലാ മലയാളികൾക്കും വേണ്ടി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു.